ഹലോ ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ സിദ്ധു വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമുനയിലാണ് പ്രേക്ഷകരും അണിയറ പ്രവർത്തകരും നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയും എല്ലാവരും അല്ലെ. ഈ ഒരു സമയത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത് നമ്മുടെ ഉപ്പും മുളകും ആ ഒരു കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ അഭിനയിക്കുന്നവരുടെ ആ ഒരു പ്രതികരണമാണ് നമുക്കറിയേണ്ടത്. ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ മുടിയൻ ഒരു ദിവസം ഇന്റർവ്യൂല് വന്ന് പറഞ്ഞിരുന്നു, താൻ ഒരു തെറ്റും ചെയ്യാതെയാണ് തന്നെ വെറുതെ അതിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് തന്നെ ഒരു ബാംഗ്ലൂരിൽ കഞ്ചാവ് കേസിൽ പിടിയിലാക്കിയെന്നും പറഞ്ഞാണ് ആ കഥയിൽ നിന്നും ആ ഒരു കഥാപാത്രത്തെ വെട്ടിക്കളഞ്ഞത്. എത്രയും പെട്ടെന്ന് വെട്ടിക്കളഞ്ഞത് അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ സിദ്ധു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ആ വീഡിയോ കണ്ടിരിക്കുകയാണ്. സിദ്ധു അല്ല സിദ്ധാർത്ഥ് പ്രഭു ശരിക്കും തെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ തെളിവുകളോടുകൂടി തന്നെ കണ്ടു കഴിഞ്ഞു. ആ, അദ്ദേഹത്തിന് ബോധം വന്നു കഴിഞ്ഞ് ചെയ്ത തെറ്റ് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ ചെയ്തത് തെറ്റ് തന്നെയാണല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ചെയ്ത തെറ്റിന് എങ്ങനെയായിരിക്കും ഈ ഫ്ലവേഴ്സ് അണിയറ പ്രവർത്തകർ പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഒരു കാര്യവുമില്ലാതെയാണ് മുടിയനെ അവർ പുറത്താക്കിയതെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനെതിരെ ഉപ്പും മുളകിലെ സിദ്ധുവിനെതിരെ എന്ത് നടപടിയായിരിക്കും അവരെടുക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ മുടിയനൊന്ന് ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചാൽ വളരെ നല്ലത് തന്നെയായിരുന്നു അല്ലെ. മുടിയന് പ്രതികരണം നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര ആകാംക്ഷ നിറഞ്ഞത് തന്നെയാണ്. എന്തായിരിക്കും മുടിയന് പറയാനുള്ളത്? അല്ലേ കൂട്ടുകാരെ? എന്നാലും നമുക്ക് നോക്കാം. ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൂടെ അഭിനയിക്കുന്ന നമ്മുടെ ലച്ചു ആയാലും കേശു ആയാലും നമ്മുടെ ഭവാനി അമ്മൂമ്മയായാലും ശരി, ആ ഒരു സെറ്റിൽ നമ്മുടെ സിദ്ധു എങ്ങനെയാണ് എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ കുടിക്കുന്ന സ്വഭാവക്കാരനാണോ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു, അല്ലെങ്കിൽ ആ ഒരു വിശേഷ ദിനങ്ങളിൽ മാത്രം പറ്റിപ്പോയ ഒരു കാര്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമായിരുന്നു അല്ലേ കൂട്ടുകാരെ. എന്തായാലും നമുക്ക് നോക്കാം എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.